ബ്രഹ്മശ്രീ സ്വാമി സച്ചിദാനന്ദ അവറുകൾ, ശ്രീമദ് സ്വാമി സുഭാംഗാനന്ദ സ്വാമികൾ, ഇവിടം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മുഖ്യപ്രഭാഷണം നടത്തിയ കർണാടക ചീഫ് മിനിസ്റ്റർ സിദ്ധാരാമയ്യ, ബഹുമാന്യനായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായ AICCയുടെ ജനറൽ സെക്രട്ടറിയും സംഘടനാ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ, ശ്രീ MC സുധാകർ, ശ്രീമദ് സ്വാമി സുഷ്മാനന്ദ സ്വാമികൾ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് V. ജോയ് MLA, ശ്രീ ഗോകുലം ഗോപാലനവറുകൾ, ഡോക്ടർ AV അനൂപ്, ബഹുമാന്യയായ ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ശ്രീ PV മോഹൻ, ശ്രീ K. മുരളീധരൻ, ശ്രീമതി ഗീത ഹേംചന്ദ്രൻ, ശ്രീ സന്തോഷ് കുമാർ, ശ്രീ രവിശങ്കർ ഷെട്ടി, ഡോക്ടർ അനിത ശങ്കർ, ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികൾ, ശ്രീമദ് സ്വാമി ശാരദാനന്ദ സ്വാമികൾ, ഏറെ ബഹുമാന്യരും പ്രിയങ്കരരുമായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ അതിയായ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. വിജ്ഞാനപ്രദമായ ഒരു തീർത്ഥാടനമാണ് ഓരോ വർഷവും ഇവിടെ അരങ്ങേറുന്നത്. ഗുരുദേവൻ അനുമതി കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹം ദീർഘവീക്ഷണത്തോടുകൂടി ഈ കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവഗണനകളും മൂലം തള്ളപ്പെട്ട ഒരു സമൂഹമായിരുന്നു. എന്നാൽ അതിനൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ്. കൊല്ലവർഷം 1103, അതായത് 1928 സ്വാമികൾ കോട്ടയം ശിവക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം വിശ്രമിക്കുന്ന അവസരത്തിലാണ് ശ്രീ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും കിട്ടൻ റൈറ്ററും ശിവഗിരി സന്ദർശിക്കുവാൻ അനുമതി ചോദിച്ചത്. ജാതിമത ചിന്തകൾക്കതീതമായി എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന ഒരു തീർത്ഥാടനം ശിവഗിരിയിലേക്ക് ആരംഭിക്കുവാൻ സ്വാമികളുടെ അനുവാദമാണ് ചോദിച്ചത്. ആഗ്രഹം തീവ്രമായിരുന്നതിനാലും മതേതരമായ ഒരു തീർത്ഥാടനം എന്ന ആവശ്യം ന്യായമായി തോന്നിയതിനാലും സ്വാമി ഒടുവിൽ അനുവാദം നൽകുകയാണ് ചെയ്തത്. എന്നാൽ മഞ്ഞളിൽ മുഖ്യ വെള്ളവസ്ത്രം ധരിക്കുന്നതുൾപ്പെടെ ലാളിത്യത്തിൻ്റെതായ നിബന്ധനകൾ നിർദ്ദേശിച്ചു. ചിലവ് പരമാവധി ചുരുക്കണം എന്നുള്ളതായിരുന്നു സ്വാമിയുടെ ആഗ്രഹം. അന്ന് സ്വാമി തന്നെ ആലോചിച്ചിട്ട് പറഞ്ഞു, കോട്ടയത്ത് നിന്ന് ഒരാൾ ശിവഗിരിയിലേക്ക് പോയി 2 ദിവസം താമസിച്ച് മടങ്ങി വരുന്നതിന് 3 രൂപ ഉണ്ടെങ്കിൽ കുറച്ച് ചക്രം മിച്ചമുണ്ടാക്കി വെക്കാൻ കഴിയും. നാം മിച്ചമുണ്ടാക്കി ജീവിക്കുവാൻ പഠിക്കണം. ഇതുകൂടാതെ ശിവഗിരി തീർത്ഥാടനത്തിന് ചില ശാശ്വതമായ ലക്ഷ്യങ്ങൾ കൂടി അദ്ദേഹം നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക പരിശീലനം എന്നീ വിഷയങ്ങളിൽ വൈദഗ്ധ്യം ഉള്ളവരെ ക്ഷണിച്ചു വരുത്തി പ്രസംഗ പരമ്പരകൾ നടത്തണമെന്ന് സ്വാമികൾ അന്ന് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശങ്ങളുടെ ഫലമാണ് നാം ഇന്ന് പങ്കെടുക്കുന്ന ഈ സിംബോസിയങ്ങൾ എല്ലാം തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത് ഗുരുദേവൻ എത്ര ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിരുന്നു എന്നാണ്. ഈശ്വരൻ ആഗ്രഹിക്കുന്നതും തൻ്റെ മക്കളായ സൃഷ്ടിജാലങ്ങൾ ഐശ്വര്യത്തിലും സമൃദ്ധിയിലും വളരണം എന്നതാണ്. ഗുരുദേവൻ ഈ തീർത്ഥാടനത്തെ കണ്ടതും വളർച്ചയിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ്. ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ട് പോകുന്നില്ല. എങ്കിലും 1-2 സുപ്രധാനമായ കാര്യങ്ങൾ
മഹാരഥന്മാരായ അനവധി പേർ ഇവിടെ പങ്കെടുക്കുമ്പോൾ ഈ വേദിയിൽ ഉണ്ട് എന്നെനിക്കറിയാം. അതും ആധുനിക രാഷ്ട്ര നിർമ്മിതിയിൽ ഗുരുദേവൻ്റെയും ശിവഗിരിയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ പരാമർശിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മെ വിട്ടുപിരിഞ്ഞ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കൂടി ഓർക്കാതെ അത് പറയാൻ കഴിയില്ല. ശ്രീ KC വേണുഗോപാലും ഞാനുമെല്ലാം മന്ത്രിമാരായിരിക്കുന്ന ഒന്നാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയാണ് 2006 ശ്രീനാരായണ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് സെൻറ്റർ എന്ന ഗവേഷണ സ്ഥാപനം സർക്കാർ സംവിധാനത്തിൽ രൂപീകരിച്ച് ഗവൺമെൻറ് ഉത്തരവ് ഇറക്കുന്നത്. ഞാൻ കൂടി മന്ത്രിയായിരുന്ന രണ്ടാം മന്ത്രിസഭയുടെ കാലത്ത് 2013 ഇതേ സ്റ്റഡീസ് സെൻറ്ററിൻ്റെ മേൽനോട്ടത്തിൽ ശ്രീനാരായണ ദൃശ്യങ്ങളും ഗുരുദേവ കൃതികളും കേരളത്തിലെ സ്കൂളുകളിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് തീരുമാനിച്ചു. അതിനായി ബഹുമാന്യായ MK സാനു മാസ്റ്റർ ചെയർമാനും ശ്രീനാരായണദാസ് കൺവീനറുമായി ഒരു കരിക്കുലം കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പഠിച്ചിട്ടാണ് മന്ത്രിസഭ 10 പാഠഭാഗങ്ങൾ മലയാള സാമൂഹ്യ പാഠം ടെക്സ്റ്റ് ബുക്കുകൾ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചത്. ഗുരുദേവ കൃതികൾ UP ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് അങ്ങനെയാണ്. ഇതുകൂടാതെ ദൈവദശകം വ്യാഖ്യാനത്തോടുകൂടി ഒരു ചെറു പുസ്തകമാക്കി PRD ലൈബ്രറികളിലും അതുപോലെ പ്രസിദ്ധീകരിച്ച സ്കൂൾ ലൈബ്രറികളിലും സർക്കാർ ഓഫീസുകളിലും എത്തിച്ചു നൽകി. അതിനായി ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മന്ത്രിയായിരുന്ന ശ്രീ KC ജോസഫ്, PRD ഡയറക്ടറായിരുന്ന ശ്രീമതി മിനി ആൻ്റണിയും എല്ലാമായി ആശയവിനിമയം നടത്തിയത് ഞാൻ ഇന്നും ഓർത്തുപോകുകയാണ്. ശ്രീനാരായണദാസ് ആയിരുന്നു ആ പുസ്തകം തയ്യാറാക്കാൻ ഏറെ പരിശ്രമിച്ചത്. ആർ ശങ്കരനെ പോലെയുള്ള മഹാരഥന്മാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ മുറുകെ പിടിച്ച് ഗുരുദേവ ദർശനത്തിൽ ഊന്നിയാണ് ജാതിക്കും മതത്തിനും അതീതമായി കേരളത്തിലെ മുഴുവൻ കുടുംബത്തിനും ഒരു തുണ്ട് ഭൂമി ഉണ്ടാകണം എന്ന ചിന്തയിൽ ഭൂരഹിതർ ഇല്ലാത്ത കേരളം എന്ന പദ്ധതി അന്ന് ആവിഷ്കരിച്ചത്. അതുകൂടാതെ തന്നെ ശിവഗിരിയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി മഠത്തിന് വേണ്ടി പതിച്ചു കൊടുക്കുവാനും കഴിഞ്ഞു. അത് ചെയ്തത് ഇവിടുത്തെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയാണ്. ഇന്നും ശ്രീനാരായണ ദർശനങ്ങൾക്ക് പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. ശിവഗിരി തീർത്ഥാടകർ ഗുരുദേവ ചൈതന്യം ഉൾക്കൊണ്ട് ഗുരുദേവ കൃതികൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സോഷ്യൽ മീഡിയ അടക്കമുള്ള ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. ലഹരിക്ക് അടിമപ്പെടാതെ യുവ തലമുറയെ ചേർത്ത് നിർത്തണം. സാമ്പത്തിക ലാഭത്തിനും അധികാരം ഉറപ്പിക്കുവാനും എന്തും ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പങ്ക് ആധുനിക രാഷ്ട്രീയ നിർമ്മിതിയിൽ എന്ന വിഷയത്തിൽ പ്രധാനമായും പറയുവാനുള്ളത്. ഈ മഹാതീർത്ഥാടനം കൂടുതൽ ദേശങ്ങളിലേക്കും രാഷ്ട്രങ്ങളിലേക്കും വ്യാപിക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കർണാടകയിൽ ബഹുമാന്യായ ശ്രീ KC വേണുഗോപാൽ കൂടി മുൻകൈ എടുത്തുകൊണ്ട് സച്ചിദാനന്ദ സ്വാമികൾ ഇവിടെ പറഞ്ഞതുപോലെ കർണാടക ഗവൺമെൻറ് 5 ഏക്കർ ഭൂമി ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കുവാനുള്ള ഒരു സങ്കേതമാക്കി മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഞാൻ അതുപോലെ ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നത്, സച്ചിദാനന്ദ സ്വാമികൾ ഒരു ചുമതല ശ്രീ KC വേണുഗോപാലിനെ ഏൽപ്പിച്ചിരുന്നു. അതായത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഗുരുദേവൻ്റെ ചിത്രമടങ്ങുന്ന സ്റ്റാമ്പ് ഇറക്കണമെന്നും അതുപോലെ കോയിൻ ഇറക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഞാനും ആ പാർലമെൻറ്റ് സമ്മേളനത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓരോന്നും ഏറ്റെടുത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളും ആശയങ്ങളും സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ എല്ലാം തന്നെ ഗുരുദേവൻ്റെ അനുഗ്രഹത്തോട് പ്രാർത്ഥനയോട് നന്മകൾ നിറഞ്ഞ ചിന്തകളോടെ മുമ്പോട്ട് പോകുവാൻ അനുഗ്രഹിക്കുന്നു. ഗുരുദേവൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനകളും അതുപോലെ തന്നെ എല്ലാ നന്മകളും നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. ഈ സമ്മേളനം 12 മണിക്ക് അവസാനിക്കേണ്ടതായിരുന്നു.
ഇപ്പോൾ തന്നെ വളരെ വൈകി എല്ലാ ബഹുമാന്യരും